ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം നിറഞ്ഞതായിരുന്നു ഈ വർഷത്തെ ഹജ്ജ് കാലം. നിരവധി ഹാജിമാർ കനത്ത വേനലിൽ വീണുപോയിട്ടുണ്ട്. ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മരണസംഖ്യയും ഉയർന്നു. എന്തൊക്കെയാണ് ഈ വർഷത്തെ ഹജ്ജ് കാലത്ത് സംഭവിച്ചത്? അസ്വാഭാവികമാണ് പലപ്പോഴും മരുഭൂമിയിലെ കാലാവസ്ഥ. ഓർക്കാപ്പുറത്താകും അത് കാടിനേക്കാൾ വന്യമാകുക. കൊടുംകാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ ആൾക്കൂട്ടത്തിലും അത് ഒറ്റപ്പെടുത്തും. അങ്ങനെയൊരു തീവ്രഭാവം മരുഭൂമിയിലെ ചൂടിനുണ്ട്. ഹജ്ജിൽ ഇത്തവണ കണ്ടതും അതാണ്. സമീപകാല ചരിത്രത്തിലെ റെക്കോർഡ് ചൂടാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 51.8 ഡിഗ്രി സെൽഷ്യസ്. സമീപകാലത്തൊന്നും മക്കയുടെയോ കഅബയുടെയോ പരിസരത്ത് ഇത്രയും ചൂട് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ഹജ്ജ് കാലം അതിന് സാക്ഷ്യം വഹിച്ചു. അറഫ പെരുന്നാൾ ദിനങ്ങളിൽ മാത്രം ഇത്തവണ മരിച്ചത് 600ഓളം പേരാണ്. ഇത്ര വ്യവസ്ഥാപിതമായി ഹജ്ജ് സൗദി ഭരണകൂടം സംഘടിപ്പിച്ചിട്ടും മരണസംഖ്യ വർദ്ധിപ്പിച്ച ഘടകമെന്താണ്? കാലാവസ്ഥയിലെ അസാധാരണ മാറ്റം എന്ന് അതിൻ്റെ അന്വേഷണം വ്യക്തമാക്കുന്നു. അതോടൊപ്പം മറ്റു ചിലതുകൂടി ഈ വർഷം ഹജ്ജിൽ സംഭവിച്ചിട്ടുണ്ട്. 5000-ലേറെ പേർക്ക് ഇത്തവണ സൂര്യാതപമുണ്ടായെന്നാണ് കണക്ക്. വിവിധ ഹജ്ജ് മിഷനുകളുടെ കണക്കനുസരിച്ച് 500-ലേറെ പേർ ഇതുവരെ അറഫയ്ക്ക് ശേഷം മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും 60-ലേറെ ഹാജിമാർ അറഫയ്ക്ക് ശേഷം മരണപ്പെട്ടു. ഇതിൽ 15 പേർ മലയാളികളാണ്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ അറഫയ്ക്ക് ശേഷം നിരവധി ഹോസ്പിറ്റൽ കേസുകളാണ് നമ്മുടെ പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് നാട്ടിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർ ഏജ്ഡായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും പല അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്. പ്രധാനമായും നമ്മളെ ഈ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരിക്കുന്നത് ഹീറ്റ് സ്ട്രോക്ക് മൂലം കാർഡിയോജനിക് ഷോക്ക് വന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് കാർഡിയാക് കേസുകൾ വന്നു. ഇവിടെ നിരവധി ഹാജിമാർക്ക് ബ്ലോക്ക്, അതായത് ക്യാത്ത് ചെയ്യുകയും ബ്ലോക്ക് ഉണ്ടാവുകയും ക്യാത്ത് അതുപോലെ തന്നെ CABG ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഹാജിമാർ ഇവിടെ ചെയ്ത് സക്സസ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് മക്കയിലെ വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് ആസ്മാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നേ ഉള്ള ഹാജിമാർ പോലും പല ഹോസ്പിറ്റലുകളിലും ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിൽ നിന്നുള്ള 300-ലേറെ പേരാണ് അറഫ ദിനത്തിൽ ഉൾപ്പെടെ സൂര്യാതപത്തിൽ മരിച്ചത്. ജോർദാനിൽ നിന്നുള്ള പലരും മരണപ്പെട്ടു. റോയിട്ടേഴ്സാണ് ഇക്കാര്യം ഈ രാജ്യങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത്. സൂര്യാതപമേറ്റും പിന്നീട് ചികിത്സയിലിരിക്കെയുമാണ് ഭൂരിഭാഗം പേരും മരിച്ചത്. കൂടുതൽ മരണസംഖ്യ ഉണ്ടാകാനുണ്ടായ കാരണം പ്രധാനമായും കാലാവസ്ഥയുടെ വ്യതിയാനമാണ്. ഈ വർഷം കഠിനമായ ചൂടാണ് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അറഫയിലും അതുപോലെ തന്നെ മുസ്ദലിഫയിലും ആളുകൾ ചൂട് കഠിനമായതുകൊണ്ട് ആ സൂര്യാഘാതം ഏറ്റുകൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അത് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ വർഷം നമുക്കൊക്കെ അനുഭവപ്പെട്ടത് വളരെ പ്രായം കൂടിയ ആളുകളാണ് ഹജ്ജിനെത്തിയത്. അത് ഈ വർഷത്തെ മരണസംഖ്യ കൂടാൻ കാരണമായിട്ടുണ്ട്. അവർക്ക് ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അവർ മുസ്ദലിഫയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. മുസ്ദലിഫയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായത്. എല്ലാവരുടെയും ഖബറടക്കം റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇതോടെ ഭരണകൂടം നിർബന്ധിതമായി. മരണപ്പെട്ട ഒട്ടുമിക്ക ഹാജിമാരുടെയും മയ്യത്തുകൾ ഖബറടക്കം കഴിഞ്ഞിട്ടുണ്ട്. മലയാളികളടക്കമുള്ള ചില ആളുകളുടെ മയ്യത്തുകൾ, ചില ഹാജിമാരുടെ മയ്യത്തുകൾ ഖബറടക്കാൻ ബാക്കിയുണ്ട്. അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അതും മറവ് ചെയ്യുന്നതാണ്. ആ മയ്യത്തുകളെല്ലാം ഉള്ളത് മക്കയിലെ മുഅസ്സിം തല്ലാജിയിലാണ്, മുഅസ്സിം ഫ്രീസറിലാണ്. അവിടെയാണ് മയ്യത്തുകളെല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. 18 ലക്ഷത്തിലേറെ ഹാജിമാർ ഈ വർഷം ഹജ്ജിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ 3 ലക്ഷത്തോളം പേർക്ക് ആരോഗ്യ മന്ത്രാലയം ചികിത്സ നൽകി എന്നത് തന്നെ കാലാവസ്ഥയുടെ പ്രതിസന്ധി വ്യക്തമാക്കുന്നു. കടുത്ത ചൂടിൽ മുന്നറിയിപ്പ് പാലിക്കാൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയ വർഷം കൂടിയായിരുന്നു ഇത്. മക്കയിൽ ഹാജിമാർ എത്തിയത് മുതൽ തന്നെ നിരവധി പേർ ചികിത്സ തേടിയിരുന്നു. കടയൊക്കെ പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അതിവിടെ വരുമ്പോൾ അവർ ഈ അറമിൽ പോണ സമയത്തും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കൂടുതൽ എക്സർഷൻ വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും, ചെസ്റ്റ് പെയിൻ ആവുകയാണ് സാധാരണ ചെയ്യണത്. അങ്ങനെ അവരിവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട ചികിത്സകൾ നമ്മളിവിടെ കൊടുക്കുന്നത്. അതിൽ നമ്മൾ കാത്ത് ലാബ് നമുക്ക് കൊടുക്കുക സ്പെഷ്യലുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ സ്റ്റെൻറ്റ് കാര്യങ്ങൾ, കൂടുതൽ ബ്ലോക്കുള്ള ആളുകൾക്ക് CABG എന്നുപോലുള്ള ശസ്ത്രക്രിയകൾ വരെ ഇവിടെ നമുക്ക് ചെയ്യുന്നുണ്ട്.
51 ഡിഗ്രി സെൽഷ്യസ് ചൂട് കഴിഞ്ഞ ദിവസം എത്തി. സമീപകാല ചരിത്രത്തിൽ ആദ്യമാണിത്. അസഹനീയമായ ചൂട് നല്ല ആരോഗ്യമുള്ളവരെ പോലും തളർത്തി. ഭരണകൂട നിയന്ത്രണത്തിന് അപ്പുറമായിരുന്നു കാലാവസ്ഥ. 52 മുകളിൽ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഹാജിമാർ പിന്നെ ഡീഹൈഡ്രേറ്റഡ് ആയി കുഴഞ്ഞ് വീണ് മരണം സംഭവിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി എന്ന് പറഞ്ഞാൽ പല ഹോസ്പിറ്റലുകളിലും അഡ്മിറ്റ് ആയിരിക്കുന്ന കേസുകൾ ഇതേപോലെ പിന്നെ പ്രത്യേകിച്ചും അറഫ ദിനങ്ങളിൽ, അതായത് ഹാജിമാർ ദുൽഹജ്ജ് 8-ാം തീയതി പിന്നെ മിനയിൽ നിന്നും അറഫയിലേക്ക് പോയി അവിടെ നിന്ന് തിരികെ ജംറയിലേക്ക് കല്ലെറിയാൻ മുസ്ദലിഫയിൽ നിന്ന് നേരെ ജംറയിലേക്ക് കല്ലെറിയാൻ പോകുന്ന ആ വേളയിലാണ് കൂടുതൽ ഹാജിമാർ തളർന്നു വീഴുന്നത്. ആഗോളതാപനം അറബ് മേഖലയിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സൂര്യാതപം മാത്രമല്ല മലയാളി ഹാജിമാരുടെ മരണങ്ങൾക്ക് കാരണം. വഴിതെറ്റിയത് കൂടിയാണ്. ഹജ്ജ് കർമ്മങ്ങൾക്കിടയിലെ ക്ഷീണവും തളർച്ചയും ഇതോടൊപ്പം കാരണമായി മാറി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ ഹാജിമാരിൽ 15-ലേറെ പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 30ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ വളണ്ടിയർമാരുടെ സംഘത്തിന് നേതൃത്വം കൊടുത്തവർ അതിങ്ങനെ വിശദീകരിക്കുന്നു. 90 ഹാജിമാരാണ് 2024 ഈ ഹജ്ജ് സേവന രംഗത്തേക്ക് കേരളത്തിൽ നിന്ന് വന്നത്. ഏറ്റവും നല്ല ട്രെയിനിങ്, അതായത് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ, ഹജ്ജ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, അതുപോലെ സെൽ ഓഫീസറായ അബ്ദുൽ കരീം സാറിൻ്റെ നേതൃത്വത്തിൽ, ഹജ്ജ് ഹൗസിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി മുഹമ്മദ് അലി സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് തന്നാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ഹാദിമുൽ ഹുജ്ജാജ്മാരും പക്ക ട്രെയിൻഡായി വന്നതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ വളരെ സ്മൂത്തായി ചെയ്യാൻ വേണ്ടി ഈച്ച് ആൻഡ് എവറി പോയിന്റ് മനസ്സിലാക്കി വന്നതുകൊണ്ട് എവിടെയും ഒരു പാകപ്പിഴവില്ലാതെ സർവീസ് നടത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളി ഹാജിമാർക്ക് വെയിലിൽ പുറത്തിറങ്ങരുന്ന നിർദ്ദേശം കർശനമായി നൽകിയിരുന്നു. ഇത് അറഫയിൽ ഉൾപ്പെടെ ഗുണമായി. എന്നാൽ അറഫ ദിനം കഴിഞ്ഞ് ഹറമിലേക്ക് തവാഫിന് പോയ പലരെയും കാണാതായി. ചിലരെ ആശുപത്രിയിലാണ് കണ്ടെത്തിയത്. അറഫയുടെ മുമ്പും മുസ്ദലിഫ ദിനത്തിലും ഹാജിമാർക്ക് ഉറക്കവും നഷ്ടമാകാറുണ്ട്. ഇതെല്ലാം ഹാജിമാരുടെ ആരോഗ്യത്തെ ബാധിച്ചു. സമ്പത്തിനൊപ്പം മികച്ച ആരോഗ്യം കൂടിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഹജ്ജ്. പ്രായമായ പലരും തിരക്കുകളിൽ വഴിതെറ്റുന്നത് പതിവാണ്. പലരും തൊട്ടടുത്ത ദിനങ്ങളിലാണ് തമ്പുകളിലെത്തിയത്. ഇനിയും കണ്ടെത്താൻ ബാക്കിയുള്ളവരുണ്ട്. ഇവർക്കായി ആശുപത്രിയിലും മറ്റും തിരച്ചിൽ തുടരുകയാണ്. കാണാതായവരെ പറ്റിയിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ GCC കൺട്രിയിൽ നിന്നൊക്കെ ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ബന്ധപ്പെട്ട ആളുകളെ കാണുന്നില്ല, ഹജ്ജിന് ശേഷം അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നമുക്കൊക്കെ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്കയിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ഉണ്ടോ എന്നും, പിന്നെ അതല്ലെങ്കിൽ എംബസിയുമായി ബന്ധപ്പെട്ട് എംബസിയുടെ മിസ്സിംഗ് ലിസ്റ്റ് പരിശോധിക്കുകയും ആ പരിശോധിച്ച് അവർ ലിസ്റ്റ് തയ്യാറാക്കി അവർ ഏതൊക്കെ രീതിയിലാണ് എവിടെ നിന്നാണ് മിസ്സിംഗ് ആയത് എന്ന് നോക്കുന്ന തയ്യാറെടുപ്പ് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഹജ്ജിൽ മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നതിൽ ഹാജിമാരുടെ പ്രായക്കൂടുതലും ഘടകമായിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ പട്ടികയിലെ പ്രായം നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാകും. ഇവർക്ക് ചൂട് കൂടി എത്തിയതോടെ അത് താങ്ങാനായില്ല. സാധാരണ അറഫയിലെ നമിറ മസ്ജിദിൽ പോകുന്നവർക്ക് വഴിതെറ്റുന്നതും പതിവാണ്. ഇവർ വഴിയിൽ വീണ് പോകുന്നതോ മരണപ്പെടുന്നതോ പലപ്പോഴും സംഭവിക്കുന്നതുമാണ്. ഈ പ്രാവശ്യം അധികമായിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാർഡിയാക് കേസുകളാണ്. അതേപോലെ തന്നെ റെസ്പിറേറ്ററി സംബന്ധമായ കേസുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അറഫ ദിനത്തിൻ്റെ ആ ദിവസം മുതൽ ഹീറ്റ് സ്ട്രോക്കും നമുക്ക് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ലക്ഷത്തോളം പേർക്ക് അറഫ ദിനത്തിൽ മാത്രം ചികിത്സ നൽകിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് പലരും മരിച്ചത്. ചിലർ മരണപ്പെട്ട് വഴിയരികിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചതും സൗദിയിലെ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായിരുന്നു. ഇതിന് പിന്നിലും കാരണമുണ്ട്. പല മയ്യത്തുകൾ അറഫയിലും മുസ്ദലിഫയിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന മയ്യത്തുകളുടെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നടത്തുക. അതുണ്ടായ കാരണം അനുമതി പത്രമില്ലാതെ ഹജ്ജിനെത്തിയ ഒറ്റപ്പെട്ട ആളുകൾ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിൽക്കാൻ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ സ്നേഹിതന്മാരോ തയ്യാറാവില്ല. അവർക്ക് ഭയം മൂലം. കാരണം അനധികൃതമായിട്ടാണ് അവർ അനുമതി പത്രം ഇല്ലാതെയാണ് ഹജ്ജ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ അവിടെ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് അവിടെ ഉപേക്ഷിച്ച് അവർ പോവുകയാണ്. കാരണം അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നിയമപ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഭയപ്പാട് അവർക്ക്. അതായത് കടുത്ത പരിശോധനയാണ് ഇത്തവണ ഹജ്ജിന് മുന്നേ തുടങ്ങിയത്. പെർമിറ്റില്ലാതെ ഹജ്ജിന് പോകുന്നത് നിയമലംഘനമാണ്.
ഹജ്ജിന് വരുന്നവരുടെ സുരക്ഷ, അവർക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും ഒരുക്കൽ, യാത്രാ സൗകര്യമൊരുക്കൽ, തണലേകാൻ ടെൻ്റ് ഒരുക്കൽ, ടെൻറ്റിനകം തണുപ്പിക്കൽ എന്നിവയെല്ലാം ഹാജിമാരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഭരണകൂടം ചെയ്യുന്നത്. അറഫ മൈതാനത്തും വെയിലേൽക്കാതിരിക്കാൻ ഇപ്പോൾ ടെൻറ്റുകളാണ്. ഈ ടെൻറ്റുകൾ നിൽക്കുന്നത് കമ്പിവേലി കെട്ടിനകത്താണ്. അനധികൃതമായി ആളുകൾ കയറുന്നത് തടയാനാണ് കമ്പിവേലി കെട്ടുകൾക്കകത്ത് ടെൻറ്റുകൾ ഒരുക്കുന്നത്. ഒപ്പം ഓരോ ഹജ്ജ് കമ്പനിക്ക് കീഴിൽ വരുന്ന ഹാജിമാർ പരസ്പരം മാറിപ്പോകാതിരിക്കാനും ഇത് അത്യാവശ്യമാണ്. ഇത്തവണ ഇതെല്ലാം കർശനമായി നടപ്പിലാക്കി. ഇതോടെ നുഴഞ്ഞു കയറി ഹജ്ജിനെത്തിയ പലരും റോഡിലായി. അവർക്ക് തമ്പുകളിലേക്ക് നുഴഞ്ഞു കയറാനായില്ല. ഇതോടെ കനത്ത വേലിയിൽ പലരും വീണു. ചിലർ മരണപ്പെട്ടവരെ ഉപേക്ഷിച്ചു പോയി. പോലീസ് എത്തിയാൽ പെർമിറ്റില്ലാത്തതിന് നാടുകടത്തും. ഇത് പേടിച്ചായിരുന്നു ചിലർ മരണപ്പെട്ടവരെ ഉപേക്ഷിച്ച് പോയതെന്നാണ് വിവരം. തളർന്നു വീണ പലരെയും പെർമിറ്റുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കാതെയാണ് ചികിത്സ നൽകിയത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന മുറക്ക് പെർമിറ്റില്ലാതെ എത്തിയ വിദേശികളെ സൗദിയിൽ നിന്നും നാടുകടത്തും. ഈജിപ്തിൽ നിന്നുള്ളവരാണ് ഇത്തവണ കൂടുതൽ മരിച്ചത്. ഇതുവരെ ഹജ്ജിനെത്തി മരിച്ചത് ഏതാണ്ട് 600ഓളം ഈജിപ്ഷ്യൻ പൗരന്മാരാണ്. ആ നാട്ടുകാരാണ് പെർമിറ്റില്ലാത്തതിൻ്റെ പേരിലും വ്യാജ പെർമിറ്റ് സൃഷ്ടിച്ചതിൻ്റെ പേരിലും കൂടുതലായി അറസ്റ്റിലായതും. ഇതിൻ്റെ അന്തിമ കണക്ക് ഭരണകൂടം പുറത്തുവിടും. ആശുപത്രിയിൽ ചികിത്സ തേടിയവരിൽ കൂടുതലും ഈജിപ്ഷ്യൻ പൗരന്മാർ തന്നെയായിരുന്നു. ഹജ്ജിന് പിന്നാലെ ഈജിപ്തിലെ 16 ടൂറിസം കമ്പനികളുടെ ലൈസൻസ് ഈജിപ്ത് റദ്ദാക്കിയിട്ടുണ്ട്. നിരവധി ഹാജിമാരെ അനധികൃതമായി സൗദിയിലേക്ക് കടത്തിയതിനായിരുന്നു ഇത്. അതായത് ഈ വർഷവും ഹജ്ജിൽ അനധികൃതമായി ചിലർ കടന്നുകൂടിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അസാധാരണമായ ചൂടുണ്ടാകുമെന്ന് കണ്ട് വലിയ നിർദ്ദേശം നേരത്തെ തന്നെ ആശുപത്രിക്ക് സൗദി ഭരണകൂടം കൈമാറിയിരുന്നു. എന്നാൽ അതിനെയും മറികടക്കുന്ന ചൂടാണ് അറഫയിലും മിനായിലുമെല്ലാം അനുഭവപ്പെട്ടത്. അറഫ കഴിഞ്ഞുള്ള ദിവസത്തിലാണ് റെക്കോർഡ് ചൂടെത്തിയത്. ആ ദിവസത്തിലും ജംറയിലേക്കുള്ള യാത്രയിലുമെല്ലാം ഹാജിമാർ പലപ്പോഴായി തളർന്നു. ഹാജിമാർ പലരും ചൂടിൽ തളർന്ന് ഇരുന്നു പോകുന്നത് ഇത്തവണത്തെ കാഴ്ചയായിരുന്നു. പലർക്കും മെഡിക്കൽ സഹായവും സൈനിക സഹായവും നൽകിയെങ്കിലും ചിലരെല്ലാം വീണു. കേരളത്തിൽ നിന്നും ഹാജിമാരുടെ സഹായത്തിന് കൂടുതൽ വളണ്ടിയർമാരെത്തിയ വർഷം കൂടിയായിരുന്നു ഇത്. ഈ വളണ്ടിയർമാർക്ക് കീഴിൽ കർശനമായി ഹാജിമാർ നിർദ്ദേശങ്ങൾ പാലിച്ചതിനാൽ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ ഒഴിവായിട്ടുണ്ട്. ഹജ്ജ് തുടങ്ങിയതിന് ശേഷം ഏകദേശം 15 ആളുകളാണ് ഇതുവരെ മരണപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ചികിത്സയിൽ ഇപ്പം നിലവിൽ വിവിധ ഹോസ്പിറ്റലുകളായി 28ഓളം പേര് ചികിത്സയിലുണ്ട്. മരണസംഖ്യ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം അറഫയിൽ നിന്നും അതുപോലെ തന്നെ മുസ്ദലിഫയിൽ നിന്നും അമിതമായ ചൂട്. സാധാരണ ഹജ്ജിൽ പ്രതീക്ഷിക്കുന്ന പകർച്ചപ്പനികളോ മറ്റോ ഇത്തവണ ഉണ്ടായില്ലെന്നത് ശ്രദ്ധേയമാണ്. എവിടെയും അപകടമുണ്ടാകും വിധം തിക്കും തിരക്കും ഉണ്ടായതുമില്ല. ഇത് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും സുരക്ഷാ മന്ത്രാലയങ്ങളുടെയും ജാഗ്രതയുടെ ഫലമാണ്. വരും ദിനങ്ങളിലും സൗദിയിൽ ചൂട് കൂടും. മദീനയിലാണിപ്പോൾ ഹാജിമാരുള്ളത്. ഇവിടെ ചൂട് 48 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. സൗദിയിലുടനീളം ചൂട് വർദ്ധിക്കുകയാണ്. എല്ലാം സഹിക്കാനുള്ള കരുത്തിലാണ് ഹാജിമാരെത്തിയത്. പ്രായം പക്ഷേ പലർക്കും പ്രയാസം സൃഷ്ടിച്ചു. താരതമ്യേന അപകടം കുറഞ്ഞത് മലയാളി ഹാജിമാർക്കാണ്. നിരന്തരമായ മുന്നറിയിപ്പും അതവർ പാലിച്ചതും ഗുണം ചെയ്തിട്ടുണ്ട്. മക്കയിലെത്തുന്ന ഓരോ ഹാജിക്കും എന്ത് തരം ചിലവ് വരുന്ന ചികിത്സയാണെങ്കിലും എല്ലാം സൗജന്യമാണ്. ചികിത്സയിലുള്ള ഏത് ഹാജിയും മുഴുവൻ ചികിത്സയും സൗജന്യമായി പൂർത്തിയാക്കിയേ നാട്ടിലേക്ക് മടങ്ങൂ. അതുവരെ സൗദി ഭരണകൂടം അവരുടെ ചികിത്സ ഉറപ്പാക്കും. ഇത്തവണത്തെ ഹജ്ജ് ചിലതുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരോഗ്യവും സമ്പത്തുമുള്ളവർക്ക് നിർബന്ധമാക്കിയതാണ് ഹജ്ജ്. അതിൽ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്.